വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം യൂദായുടെ ലേഖനം 1-ാം അധ്യായം 3-ാം വചനം. ജൂഡ് ചാപ്റ്റർ 1 വേഴ്സ് 3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നി. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടുക. പ്രിയരെ, നാം ദിവസേന എത്രയോ പാപം ചെയ്യാറുണ്ട്, എത്ര കള്ളം പറയാറുണ്ട്, മറ്റുള്ളവരെ മുറിപ്പെടുത്താറുണ്ട്, സ്വാർത്ഥരായി തീരാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, വേണ്ടാത്ത വിചാരങ്ങൾ ചിന്തിക്കാറുണ്ട്, വേണ്ടാത്ത കാര്യങ്ങൾ കാണാറുണ്ട്, തെറ്റായ വഴികളിൽ നാം യാത്ര ചെയ്യാറുണ്ട്, വേറെയും നാം എന്തെല്ലാം ചെയ്യാറുണ്ട്. എങ്കിലും നോക്കിയാലും ദൈവത്തിൻ്റെ വചനം നമ്മെ നോക്കി വിളിക്കുന്നു, വിശുദ്ധന്മാർ. ഒരിക്കലായിട്ട് നമ്മുടെ മേൽ വിശ്വാസത്തെ ദൈവം ഏൽപ്പിച്ചു. ആ വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നത്? ഒന്ന് ചിന്തിച്ചാലും നമ്മിൽ ചിലർ ജോലികളിൽ വളരെ അധ്വാനിക്കാറുണ്ട്. നല്ലൊരു ശമ്പളം ലഭിക്കുവാൻ, നല്ലൊരു ഡെസിഗ്നേഷൻ ലഭിക്കുവാൻ ജോലികളിൽ നാം അത്യധികം അധ്വാനിക്കാറുണ്ട്. ചില പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ പഠനത്തിൽ ഉന്നത തലങ്ങളിലെത്തുവാൻ വളരെയേറെ അധ്വാനിക്കാറുണ്ട്. ഒരു പുതിയ ഭവനം വയ്ക്കുവാൻ നാം രാത്രിയും പകലുമില്ലാതെ നമ്മുടെ പ്രയത്നം മുഴുവൻ ചെലവിടാറുണ്ട്. ഒരുപക്ഷെ നമ്മിൽ ചിലർ രോഗികളായാൽ ഓടി നാം ആശുപത്രിയിലേക്ക് പോകും, ട്രീറ്റ്മെൻ്റ് എടുക്കും, ഡോക്ടർമാർ തരുന്ന സകല മരുന്നുകളും മുറയ്ക്ക് കഴിക്കും, നമ്മളെ തന്നെ നന്നായി സൂക്ഷിക്കും, നമ്മുടെ ആരോഗ്യം നിലനിർത്തുവാൻ അതിനുവേണ്ടി നാം അധ്വാനിക്കും. ഇനി നമ്മെപ്പോലുള്ള സ്ത്രീകൾ ഭവനം നോക്കുവാൻ, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുവാൻ, വീടുകൾ വൃത്തിയാക്കിയിടുവാൻ നമ്മുടെ അധ്വാനങ്ങൾ മുഴുവൻ അതിനകത്ത് ചെലവിടാറുണ്ട്. എന്നാൽ നാം ഒരിക്കലും പറയത്തില്ല ഇങ്ങനെ അധ്വാനിക്കാൻ പാടില്ല എന്ന്. ദൈവം നമ്മെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഏറ്റവും വിശ്വസ്തയോടുകൂടെ നാം നിവർത്തിക്കുക തന്നെ വേണം. എങ്കിലും ദൈവം നമ്മിൽ ഏൽപ്പിച്ച ആ വിശ്വാസത്തിനു വേണ്ടി നാം പോരാടാറുണ്ടോ? നാം അധ്വാനിക്കാറുണ്ടോ? ദൈവം നമുക്ക് തന്ന ഒരിക്കലായിട്ട് ഏൽപ്പിച്ച ആ വിശ്വാസത്തിനു വേണ്ടി നാം പോരാടുക. ഞാൻ ചില സാക്ഷ്യങ്ങൾ താങ്കളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ദയവായി അതിനെ ശ്രദ്ധയോടെ കേട്ടാലും. ചില മണിക്കൂറുകൾക്ക് മുന്നേ ഒരു ആൻറ്റിയുമായി സംസാരിക്കുവാൻ ദൈവം ഇടയാക്കി. യേശുക്രിസ്തുവിനെ സ്വീകരിച്ച നാൾ മുതൽ ഏകദേശം 3 വർഷമായിട്ട് തൻ്റെ ഭർത്താവ് തന്നോട് എന്നും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഭവനത്തിൽ വഴക്കിടും. തൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കുന്ന ആഹാരം ആ ഭർത്താവ് കഴിക്കാറില്ല. എല്ലാ സമയവും തന്നോട് പറയും യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കണമെന്ന്. എന്നാൽ ആ ആൻറ്റി ഇതെല്ലാം സഹിച്ച് ഒരു വഴക്കിന് പോലും ഭവനത്തിൽ ഇടയുണ്ടാക്കാതെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ഇന്നും സാക്ഷിയായി നിലനിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ചില അവസ്ഥകളിൽ ദൈവത്തെ ഓർത്ത് അതിനെ സഹിക്കുക, പൂർണ്ണ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ഇതാണ് വിശ്വാസത്തിനു വേണ്ടി പോരാടുക. എന്നാൽ എൻ്റെ അടുത്ത ബന്ധത്തിലുള്ള ഒരു സഹോദരി താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം നീണ്ട 16 വർഷങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കാത്തിരുന്നു. ഒടുവിൽ കർത്താവ് അവരെ തൊടുക തന്നെ ചെയ്തു. ഇന്ന് അവർ 4 പേരും സന്തോഷത്തോടെ കുടുംബമായി ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിനു വേണ്ടി പോരാടുക എന്നതിനർത്ഥം. എനിക്കറിയാകുന്ന ഒരു അമ്മയുണ്ട്. ആ അമ്മ വിശ്വാസത്തിന് വന്നതേ പ്രതി തൻ്റെ ഭർത്താവ് പ്രഷർ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് ആ അമ്മയുടെ തലയിൽ അടിച്ചു. രക്തം ധാരധാരയായി ഒഴുകിയപ്പോൾ ആരെല്ലാമോ ചേർന്ന് ഓടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഇതെല്ലാം സഹിച്ചിട്ടും ആ അമ്മയും തൻ്റെ കുഞ്ഞുങ്ങളും യേശുക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറായില്ല. ഇന്നും അവർ വിശ്വാസത്തോടുകൂടി തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുന്നു. ഇതാണ് പ്രിയ സഹോദര സഹോദരി വിശ്വാസത്തിനു വേണ്ടിയുള്ള പോരാട്ടം. ഇനിയും ഞാൻ റുമേനിയയിലെ കൊടും തണുപ്പിൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച 40 പടയാളികളെ അവർ അവസാന ശ്വാസം വരെയും ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ആ തണുപ്പിൽ നിന്ന് എങ്ങനെ ആ തണുപ്പ് അസ്ഥികളിൽ പതിഞ്ഞ് എങ്ങനെ മരിച്ചു വീണുവെന്ന്.
അവസാന ശ്വാസം വരെയും കർത്താവിനെ തള്ളി പറയുവാൻ അവർ തയ്യാറായില്ല. ഒടുവിൽ അവർക്കു വേണ്ടി 40 കിരീടങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയെന്ന് നാം ആ ദിവസം കേൾക്കുവാനിടയായി. ഭാരതത്തിലെ ഒറീസ എന്ന ഗ്രാമത്തിൽ കർത്താവിൻ്റെ വേല ചെയ്തതിന് ഒരു ഓസ്ട്രേലിയൻ മിഷണറി ആയിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ്. 5 അംഗങ്ങൾ അടങ്ങുന്ന തൻ്റെ കുടുംബത്തിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും തൻ്റെ 2 ആൺമക്കളായ ഫിലിപ്പും തിമോത്തിയെയും ചില വ്യക്തികൾ ചേർന്ന് കാറിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അവരെ ചുട്ട് കൊല്ലുവാനിടയായി തീർന്നു. തൻ്റെ ഭാര്യയും മകളും മാത്രം രക്ഷപ്പെട്ടു. ആ കൊലപാതകം ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും മനഃപൂർവ്വമായി ക്ഷമിച്ചുകൊണ്ട് അവർ കർത്താവിൻ്റെ വേലയിൽ ഇന്നും തുടർന്നു വരുന്നു സന്തോഷത്തോടെ. പ്രിയരെ, ഇതല്ലയോ വിശ്വാസത്തിനു വേണ്ടി പോരാടുക എന്നാൽ? പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ദാസനായിരുന്ന മോശയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ വിളിയെ കേട്ട മോശ ഫറവോൻ്റെ കൊട്ടാരത്തിലെ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനോടുള്ള നിന്ന വലിയ ധനമെന്നെണ്ണി ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുവാൻ തിരഞ്ഞെടുത്തു. മോശയ്ക്ക് നന്നായി അറിയാമായിരുന്നു വാടാത്ത ഒരു കിരീടം തനിക്ക് കർത്താവിൽ നിന്ന് ഒരു ദിവസം ലഭിക്കുമെന്ന്. പുതിയ നിയമത്തിലെ ശ്രേഷ്ഠ കർത്താവിൻ്റെ ദാസനായിരുന്ന അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം എന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കഷ്ടതയും സങ്കടവും ഉപദ്രവവും പട്ടിണിയും ആപത്തും വാളും ഇതെല്ലാം നേരിടേണ്ടതായി വന്നു. എങ്കിലും യേശുക്രിസ്തുവിനെ മാത്രം തള്ളിപ്പറയുവാൻ താൻ തയ്യാറായില്ല. അവസാനം തൻ്റെ 72-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ അന്നത്തെ ഗവൺമെൻറ് തല വെട്ടി കൊല്ലുവാനിടയായി. ഒരു കുറ്റം ചെയ്തതിനാലല്ല, സുവിശേഷം പറഞ്ഞതിനെ പ്രതി. അദ്ദേഹം ഒടുവിൽ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രതികൂലങ്ങളില്ലല്ലോ. ജീവൻ കൊടുക്കുവാനായിട്ട് നമുക്ക് യാതൊരു സാഹചര്യവും വന്നിട്ടില്ലല്ലോ. ആ കർത്താവിനെ പ്രതി ജീവിതത്തിലെ കൊച്ചു കൊച്ചു കഷ്ടങ്ങളെ സഹിക്കുവാൻ നമുക്ക് കഴിയുകയില്ലയോ? കർത്താവിൻ്റെ വചനം പറയുന്നു, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒരു വചനം മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13-ാം വചനം വായിച്ച് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും യേശുക്രിസ്തുവിനെ മാത്രം തള്ളിപ്പറയരുതേ, അവനെ മാത്രം ഉപേക്ഷിക്കരുതേ. നമ്മുടെ അവസാന ശ്വാസം വരെയും ആ വിശ്വാസത്തിനു വേണ്ടി, ഒരിക്കലായി നമ്മുടെ മേലേൽപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.